സുഹൃത്തുക്കളെ, ചിലതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ കരുതി വിട്ടുകളയാന്ന് കരുതും. പക്ഷേ എന്നാലും ചിലപ്പോൾ ചില സമയത്ത് ചിലതിനോട് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും വലിയ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് നടന്ന് വളരെ നല്ല സാഹിത്യ ഭാഷയിൽ തെറി പറയുന്ന ആൾക്കാരോട് പച്ച മലയാളത്തിൽ തെറി തിരിച്ചു പറയുന്നതാണ് സാമാന്യമായി അവർ അർഹിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഇപ്പം ഞാൻ ഇന്ന് കണ്ടൊരു പോസ്റ്റ് ഉണ്ട്. ഇന്ന് ഇപ്പോൾ 24 സെപ്റ്റംബർ 24 ഇട്ടതാണ്. ഇന്നിപ്പോൾ ഒക്ടോബർ 2 ഏകദേശം സെപ്റ്റംബറിൽ 6-2 8 ദിവസം മുമ്പ് ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. പ്രസീത ആർ രജനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇട്ടിട്ടുള്ള പോസ്റ്റാണ്. പ്രസീത ആർ രജനീഷ് 24 സെപ്റ്റംബറിന് ഇട്ടിട്ടുള്ള പോസ്റ്റാണ്. കോൺഗ്രസ് വിട്ട് കോൺഗ്രസിൻ്റെ മീഡിയ വിങ്ങിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ പി സരിൻ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ തവണ പാലക്കാട് മത്സരിച്ച് പരാജയപ്പെട്ട രാഹുൽ മാങ്കുട്ടത്തിനോട് പരാജയപ്പെട്ട സരിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗമ്യ സരിൻ്റെ പേര് ടാഗ് ചെയ്തുകൊണ്ടായിട്ടിരിക്കുന്നത്. സരിനെതിരെ നിങ്ങൾ പറഞ്ഞോ? സൗമ്യ സരിനെ എന്തിനാ അതിലേക്ക് വലിച്ചടയ്ക്കുന്നത്? ടാഗ് ചെയ്തിട്ടതാണ്. അപ്പം അങ്ങനെ ചെയ്ത ആളോട് പ്രത്യേകിച്ച് ദയയും കാരുണ്യവും ഒന്നും അർഹിക്കാത്തത് കൊണ്ട് തന്നെ അതേ ഭാഷയിൽ മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അവരിട്ടിട്ടുള്ള പോസ്റ്റ് ഇങ്ങനെയാണ്: സൗമ്യ സരിൻ്റെ പേര് ടാഗ് ചെയ്തുകൊണ്ട്, സൗമ്യ സരിൻ കെട്ടിയോൻ സരിൻ പി DYFI ഡിങ്കോൾഫികളെ കൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിലെ മൂക്കിൽ വലിക്കുമെന്നൊക്കെ തള്ളിമറിച്ചിരുന്നു. രാഹുൽ ഇന്ന് പാലക്കാട് വന്നു. ഇത്രയ്ക്ക് ഭീരുവാണോ ഈ പരിൻ? സരിൻ എന്നല്ല, പരിൻ. പറി എന്ന വാക്ക് തെറിവാക്കാണ്. അത് ആളുകൾക്ക് അറിയാവുന്നതാണ്. ഇല്ലെങ്കിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുക, ഇപ്പം മൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറിയല്ല, തമിഴ്നാട്ടിൽ അത് മുടിക്ക് പറയുന്ന പേരല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യായീകരിക്കാൻ വേണമെങ്കിൽ, ഞങ്ങൾക്കത് അറിയില്ല, തെറിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത്. അത്യാവശ്യം നന്നായിട്ട് തെറി അറിയുന്ന കൂട്ടത്തിലാണെന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരെ മുൻകാല പോസ്റ്റുകൾ പരതി കൊടുക്കുമ്പോൾ. ഇതാണ് അതിനകത്ത് വന്നിട്ടുള്ള കമൻറ്റുകൾ നോക്കണം. അതിന് പറിൻ്റെ മുടിയൊക്കെ കിട്ടിയോട് കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതിനകത്ത് ഒരു മുനീർ എഴുതിയ കമൻറ്റാണ്. അറിയോ? ആ കമൻറ്റ് ഇവർ ഹൈഡ് ചെയ്തിട്ട് പോലും ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ടുള്ള ഒരു കമൻറ്റ്, ഹിജറയിൽ പെട്ടുപോയവന് ഉണരാൻ കുറച്ച് സമയം കൊടുക്കൂ സുഹൃത്തുക്കളെ. ഹിജറയിൽ, ഹിജറ എന്ന വാക്ക് മനുഷ്യത്വരഹിതമായൊരു പ്രയോഗമാണ്. അത് ഒരു അൺപാർലമെൻ്ററി എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ തന്നെയും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത, ശരിയല്ലാത്ത ഒരു പദപ്രയോഗമാണ്. നിങ്ങൾ ആലോചിക്കണം, ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഭിന്നലിംഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു സംഘടനാ സംവിധാനം നിലവിലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഹിജറ എന്ന് പ്രാകൃതമായ ഭാഷയിൽ വിളിക്കുന്ന ആൾക്കാരാണ്. ഷാജി വിജയൻ അവരാണ് ഈ കോൺഗ്രസിൻ്റെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. എവിടെ എത്തി കോൺഗ്രസ് എന്നുള്ളത് ചിന്തിക്കണ്ടേ? ഹിജറ എന്ന് പറയുന്ന വാക്ക്, ആണും പെണ്ണും കെട്ടവരെന്നുള്ള പ്രയോഗം ആധുനി 2025 നിന്നിട്ട് വിളിക്കാൻ 2025 സെപ്റ്റംബർ 24 ഇട്ടിട്ടുള്ള കമൻറ്റാ ഇവളുടെ ഈ പ്രസീതയുടെ പോസ്റ്റിനകത്ത്. വേറൊന്ന് ഇതാ, രാഗരഞ്ജിനിയും, അതായത് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷയായിരുന്ന രാഗരഞ്ജിനി സരിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സരിൻ അങ്ങനെ ഒരു ബന്ധം സൂക്ഷിക്കേണ്ട ഗതികളൊന്നും ഇല്ലാന്നേ. ആ ആരോപണം ഉന്നയിച്ച രാഗരഞ്ജിനിയും സരിനും കൂടി, സരിൻ്റെ ഫോണിലാണ് അവർക്ക് സെൽഫി എടുത്തു കൊടുക്കുന്നത്. അത് സരിൻ്റെ മാനസിക വിശാലത. സരിനോടൊപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാൻ അവർക്ക് അവസരം കിട്ടിയത് സരിൻ്റെ മാനസിക വിശാലത. സരിൻ എന്തായാലും ഗർഭചിത്രം നടത്തിയെന്ന് ആരും ഉന്നയിച്ചിട്ടില്ല. അങ്ങനത്തെ ശബ്ദരേഖകൾ പുറത്തേക്ക് വന്നിട്ടില്ല. സരിൻ ആരെയും മുളുസെ സുഖമല്ലേ, ഞാൻ ചേച്ചി എന്ന് വിളിക്കില്ല, എന്നെ മുളുസെന്നേ വിളിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന മെസ്സേജുകൾ അയച്ചത് നമ്മളാരും കണ്ടിട്ടില്ല. എന്നിട്ട് ആ രാഗരഞ്ജിനി പോലും മനസ്സിലാക്കണം, രാഗരഞ്ജിനി ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന ആളാണ്. അവരെക്കുറിച്ച് മുമ്പ് സ്റ്റോറി ചെയ്തിട്ട് അവരെ കൂടുതൽ എന്തെങ്കിലും ഞാൻ അവരുമായിട്ട് 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അവരെ ഇനി ഇപ്പം ഇതിലേക്ക് വല്ലാതെ വലിച്ചടിക്കാൻ നിൽക്കുന്നില്ല. രാഗരഞ്ജിനിയുടെ കൂട്ടുകാരിയായ രാഗരഞ്ജിനിയുമായിട്ടുള്ള ആ ഫോൺ സംഭാഷണം, ഞാൻ ടെലികാസ്റ്റ് ചെയ്ത ഫോൺ സംഭാഷണത്തിൽ പങ്കാളിയായിരുന്ന ആൾ എനിക്കെതിരെ കേസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പടിക്ക് പോട്ടെ. ഇനിയിപ്പോൾ ഇവർക്കും കേസ് കൊടുക്കാം. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കരുതിയിട്ട് എല്ലാം മുൻകൂട്ടി കണ്ടിട്ടും അതിനെ എങ്ങനെയൊക്കെ ചെറുക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല ധാരണയും അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ലീഗൽ ഒപ്പീനിയനും അതിനു വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഉറപ്പുവരുത്തിയിട്ട് ഇറങ്ങണേ. എന്ന് കരുതിയിട്ട് ബ്ലാക്ക് കാറ്റ്സിനെ കൂടെ കൊണ്ട് നടക്കണമൊന്നുമില്ല, ബൗൺസേഴ്സിനെ കൂടെ കൊണ്ട് നടക്കണമൊന്നുമില്ല. ഒറ്റയ്ക്ക് തന്നെയാണ് നടക്കണേ, ബാക്കി വിരലെടുത്ത് വെച്ച് എന്നുള്ള ചിന്തയിലാണ് നിൽക്കണേ. ഇപ്പം എനിക്ക് ഇന്നിപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് എടപ്പള്ളിയിൽ പോകണം, കാക്കനാട് നിന്ന്.
മിക്കവാറും നടന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ക്ഷീണം തോന്നിയിട്ടില്ലെങ്കിൽ, ഇല്ലെങ്കിൽ മാത്രമേ വണ്ടി എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ നടന്നു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ലൈവ് ലൊക്കേഷൻ ഇട്ട് പോകാനും എനിക്ക് മടിയൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ഇവരിപ്പോഴും ഹിജറകളെന്നും ഒക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. നിങ്ങളോടൊപ്പമുള്ള ഫോട്ടോ ഇട്ടിട്ട് അതിനെ വരെ വികലമായി ചിത്രീകരിക്കുക, നിങ്ങളും അവരും തമ്മിൽ വേറെ ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്ന, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാണ് നിങ്ങൾ ഇൻക്ലാബ് പൊളിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്, വളരെ മോശമായ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്തിനാ ഇങ്ങനെ പോസ്റ്റ്, എന്തിനാ സൗമ്യ സരിനെ ഇതിനകത്ത് വലിച്ചടച്ചത്? സൗമ്യ സരിനെ വലിച്ചടയ്ക്കാൻ പ്രസീത ആർ രജനീഷ് എന്ന് പറയുന്ന അവർക്ക് അവകാശമുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ ഇവിടെ എടുത്തിടാൻ എനിക്കും അവകാശമുണ്ടെന്നേ. മനസ്സിലായില്ലേ? ഇനി പ്രസീത ആർ രജനീഷിൻ്റെ പോസ്റ്റ് ഞാൻ എടുത്തിട്ട് തരാം. അവരുടെ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ്. ഇതാണ് പ്രസീത ആർ രജനീഷ്. അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. അവരുടെ എബൌട്ട് ഇൻഫർമേഷൻ എടുത്തു തരാം. ഓക്കെ, എബൌട്ട് ഇൻഫർമേഷനിൽ പറയുന്നത് ഡിജിറ്റൽ ക്രിയേറ്റർ, ഇതാണ് അവരുടെ ക്രിയേറ്റിവിറ്റി. കണ്ടവരെ ഭാര്യനെ അനാവശ്യമായിട്ട് വലിച്ചടിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുൻ എം എൽ എ ആയിരുന്നു, 2 തവണ എം എൽ എ ആയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലും അതിന് ശേഷവും പൊതു തെരഞ്ഞെടുപ്പിലും 2016 വിജയിച്ച് എം എൽ എ ആയ ആളാണ് ശബരിനാഥ്. ശബരിനാഥിൻ്റെ ഭാര്യ ദിവ്യാസ് അയ്യർ അവരുടെ വഴിക്ക് പോകണു, അവരുടെ ജോലിയായിട്ട് പോകണു. ശബരിയുടെ പൊളിറ്റിക്സുമായിട്ട് പോകണു. സരിൻ്റെ രാഷ്ട്രീയമായിട്ട് പോകുന്നു. സരിൻ്റെ ഭാര്യ സൗമ്യ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അവർ ബാക്കിയുള്ള പൊതുവിഷയങ്ങൾക്കകത്തൊക്കെ എത്തുന്നു, ഇടയ്ക്ക് റീൽസ് ഇടുന്നു, ഒക്കെ ചെയ്യുന്നു. അവർ സരിൻ സിന്ദാബാദ് എന്ന് പറയുകയോ അല്ലെങ്കിൽ സരിന് വേണ്ടിയിട്ട് പ്രകടനത്തിനിറങ്ങിയോ സരിൻ്റെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയോ ചെയ്തിട്ടില്ല. ദിവ്യാസ് അയ്യർ ഒരു IAS ഉദ്യോഗസ്ഥയാണ്. അവരുമായി അസോസിയേറ്റ് ചെയ്യുന്നവരുടെ കൂടെ ഫോട്ടോ ഇടുന്നു, അത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നതെന്നല്ലാതെ ശബരിക്ക് വേണ്ടി വോട്ട് വയ്ക്കാൻ പോയിട്ടില്ല. വേണ്ട. ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെ കഴിഞ്ഞ തവണ വടകരയിൽ കൊണ്ടുവന്നല്ലോ. ഇനിയിപ്പോൾ ഇത്രയായിട്ട് ഷാഫിനെ രാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചൊരു വാക്ക് പറഞ്ഞ് നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? ചലഞ്ച് ചെയ്യുന്ന ഞാൻ നിങ്ങളെ, അച്ചൂമ്മനെ കൊണ്ട്. ഷാഫിയും രാഹുലും പെർഫെക്റ്റ് ആണ്. വേണ്ട, ഷാഫി പെർഫെക്റ്റ് ആണെന്നുള്ള വാക്ക് പറയിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? കഴിയില്ല. ഉമാ തോമസിനെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയോ? കഴിയില്ല. ഞാനാ പറയണേ. അന്ന് ഞാൻ ഈ ഏർപ്പാട് നിർത്തിപ്പോവാം. ഷാഫി പറമ്പിൽ നിരപരാധിയാണ് എന്ന് ഇവരിൽ 2 പേരിൽ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തിപ്പോവാം. ദിവ്യാസ് പേര് പറഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തിപ്പോവാം. ദിവ്യാസ് ആയിരുന്നു വേണ്ട, അവരെ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട. ഒരു പൊളിറ്റിക്സിനൊന്നും താല്പര്യമില്ല. സരിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടെ പരിപൂർണമായി ചേർന്ന് നിൽക്കുന്ന ആളാണ് സൗമ്യ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെയാണ് ജനാധിപത്യം വീട്ടിൽ നിന്ന് തുടങ്ങണ്ടേ. ശബരിയുടെ രാഷ്ട്രീയത്തോട് പരിപൂർണമായി എല്ലാ അർത്ഥത്തിലും യോജിച്ചു പോകുന്ന ഒരാളാണ് ദിവ്യ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്കിടയിൽ തർക്കങ്ങളുണ്ടാവാം, അവർക്കിടയിൽ പിണക്കങ്ങളുണ്ടാവാം, അവർക്കിടയിൽ പ്രണയവുമുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെ സഹപ്രവർത്തകരുടെ നമ്മൾ ചിലപ്പോൾ വിയോജിച്ച് പറയില്ലേ. വിയോജിക്കാതെ എപ്പോഴും സൂചിപ്പിച്ച് തന്നെ പറയണവർ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഇനി ഇവരുടെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇവരെ എവിടെയെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആളാരാണെന്നുള്ള അറിയാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ്. പ്രൊഫൈൽ പിക്ചേഴ്സ് ഇത് അത്യാവശ്യം പ്രൊഫഷണലായിട്ട് മേക്കപ്പൊക്കെ ചെയ്തെടുത്തിട്ടുള്ള ഫോട്ടോ ആണെന്ന് തോന്നുന്നു. ഇനി വലിയ മേക്കപ്പ് ഒന്നും ഇല്ലാത്ത ഫോട്ടോ ഉണ്ട്. തുടരും എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ അടി. എന്ത് തുടരും എന്നാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ അടിയിൽ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് തുടരും. ജൂലൈ 1-ാം തീയതി 11:08 AM ഇട്ടതാണ്. ഇതവരുടെ അടുത്ത ഫോട്ടോ.
ഇത് മറ്റൊരു ഫോട്ടോ. എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ. അവർ പിന്നെ ഈ സൗമ്യ സരിനെ ടാഗ് ചെയ്തുകൊണ്ട് കെട്ടിയോൻ സരിൻ പി ഡിവൈഎഫ്ഐ ഡിങ്കോൾഫികളെ കൂട്ടി രാഹുൽ മാങ്കുട്ടത്തിൻ്റെ മൂക്കിൽ വലിക്കുന്ന അയാൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. മൂക്കിൽ വലിക്കുമെന്ന് പറഞ്ഞോ? ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഓഡിയോ എടുത്ത് വിടണം, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വിടണം. ഇല്ലെങ്കിൽ ഞാനിത് പിൻവലിക്കില്ല. എന്ത് വന്നാലും ഐ എം റെഡി ടു ഫേസ് എന്ത് വന്നാലും, ഏതറ്റം വരെ പോകേണ്ടി വന്നാലും. മൂക്കിൽ വലിക്കുക എന്നൊക്കെ തള്ളി മറിച്ചിരുന്നു. രാഹുൽ ഇന്ന് പാലക്കാട് വന്നു. ഇത്രയ്ക്ക് ഭീരുവാണോ ഈ പരിൻ? ഞാൻ പറഞ്ഞു സരിൻ എന്നല്ല, പരിന്നാ. പറി എന്ന വാക്ക് തെറിവാക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. അവിടെ സൗമ്യ, ഇദ്ദേഹം എന്തെങ്കിലും പറഞ്ഞെങ്കിൽ സൗമ്യ എന്താണ് ഇതിനകത്ത് ഉത്തരവാദിയാവുന്നത്? മാത്രമല്ല, ഇനിയിപ്പോൾ ഇവരുടെ പ്രൊഫൈൽ മാരീഡാണോ എന്നുള്ളത് കൂടി നോക്കട്ടെ. സ്റ്റഡീഡ് അറ്റ് മലബാർ ക്രിസ്ത്യൻ കോളേജ്, വെൻ ടു ഗവൺമെൻറ് ഗേൾസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാവൂർ കാലിക്കറ്റ്. മാവൂരുകാരിയാണെന്ന് തോന്നുന്നു. മാരീഡാണ്. സഹോദരിയുടെ പേര് പ്രജിത. കേട്ടോ, മാരീഡാണ്. ലൈക്ക് അടിച്ചിരിക്കുന്നത് എയർ ഇന്ത്യക്കും DCC ഓഫീസ് എറണാകുളം. ഇനി എയർ ഇന്ത്യയുടെ പിന്നെ ബ്രാൻഡ് അംബാസഡർ ആണോ എന്നൊന്നും എനിക്കറിയില്ല, മോഡലാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായിരുന്നു എനിക്ക് പറയാനുള്ളത്, ആവശ്യമില്ലാതെ മറ്റുള്ളവരെ വലിച്ചടച്ചാൽ നിങ്ങളും ഇതിലേക്ക് വലിച്ചടയ്ക്കപ്പെടും എന്നുള്ളതിൻ്റെ സൂചന തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അവർക്ക് സ്ത്രീ എന്ന പരിഗണന സൗമ്യയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ സ്ത്രീ എന്ന പരിഗണന കിട്ടാൻ ഒരു അർത്ഥത്തിലും എന്നിൽ നിന്നും നിങ്ങൾക്കും കിട്ടാൻ നിങ്ങൾ യോഗ്യയല്ല എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി വിളമ്പി കൊടുക്കേണ്ടുന്ന ഒന്നല്ല എന്ന നല്ല ബോധ്യമുള്ളതുകൊണ്ട് നിങ്ങൾ അവരോട് കാണിക്കാത്ത കരുണ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിങ്ങൾ ഉപയോഗിച്ചതുപോലുള്ള തെറിവാക്ക് പറി കീറിയൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, അതൊന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആരെയും ഈ സ്റ്റോറിയിലേക്ക് അതിൻ്റെ തമ്പിലോ ടൈറ്റിലിലോ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ വലിച്ചിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഗുഡ് നൈറ്റ്.